രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നൊരു ഓമയ്ക്ക വെച്ചൊരു പറമ്പിൽ നിന്നൊക്കെ പറിച്ചെടുക്കുന്ന ഓമയ്ക്ക വെച്ചൊരു വെറൈറ്റി മീൻകറിയുടെ രുചിയിലൊരു വെറൈറ്റി കറി വെച്ചാലോ. അതിന് ഞാൻ 2 ഓമയ്ക്ക എടുത്തിട്ടുണ്ട്. ഒരെണ്ണം വലുതും ഒരു ചെറുതും, 2 തക്കാളിപ്പഴം, ഒരു 5 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, നമ്മുടെ വെളുത്തുള്ളി, ചെറിയ ഉള്ളി കുറച്ച് പൊളിച്ചത്. അത് നമുക്കിന്ന് ഒരുക്കിയിട്ട് ബാക്കി റെഡിയാക്കാം. നമുക്ക് കറി വെക്കാനൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ, ഇപ്പോൾ മീനൊന്നും കിട്ടാത്ത സാഹചര്യത്തിലൊക്കെ നമുക്ക് ഇങ്ങനൊരു കറി നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. കുടംപുളി ഇട്ട് വെക്കുന്നതുകൊണ്ട് നമുക്ക് മീൻകറിയുടെ ഒരു രുചി കിട്ടുകയും ചെയ്യും. നമുക്ക് മീൻകറി കൂട്ടിയൊരു ഫീലിംഗ് തോന്നുകയും ചെയ്യും. ഈ നമ്മുടെ പറമ്പിലൊക്കെ ഈ ഓമരമൊക്കെ നിൽക്കുകയാണെങ്കിൽ വെറുതെ പഴുത്ത് ഓമയ്ക്ക കാക്ക കൊത്തി പോകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. പക്ഷേ ഈ ഇവിടം വിട്ട് നമ്മൾ ടൗൺ ഏരിയയിലൊക്കെ ചെല്ലുന്ന അവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ കിട്ടാൻ ഇത് വിലയ്ക്ക് മേടിച്ചാണ് അവർ കൂട്ടുന്നത്. ഇവിടെ ഞങ്ങൾ ചങ്ങനാശ്ശേരി റൂട്ടിൽ പോയപ്പോഴത്തേക്ക് അവിടെ റെഡ് ലേഡി എന്ന് പറഞ്ഞൊരു ഓമയ്ക്ക അവിടെ കടയിൽ വിൽക്കാൻ വെച്ചേക്കുന്നുണ്ട്. വില ചോദിച്ചപ്പോഴത്തേക്ക് കിലോയ്ക്ക് 130 രൂപ 120 രൂപയൊക്കെയാണ് വില പറയുന്നത്. നമുക്കിത് നമ്മുടെ പറമ്പിൽ നിൽക്കുമ്പം നമുക്കിത് ഒരു വലിയൊരു പഴുത്ത ഓമയ്ക്കായുടെ വില ചോദിക്കുമ്പം 150 രൂപ 140 രൂപയൊക്കെയാണ് അവർ വില പറയുന്നത്. കിലോയ്ക്ക് 50 രൂപ 40 രൂപ ഒക്കെ വില വെച്ചാൽ അവർ കടയിൽ വിൽക്കുന്നത്. അന്നേരം ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഓമയ്ക്ക വെച്ച് ഓമയ്ക്ക തോരൻ, ഓമയ്ക്ക ജ്യൂസ് ഇതൊക്കെ വീഡിയോ ഇട്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. പപ്പായ ജ്യൂസൊക്കെ ഇട്ടായിരുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ഈ കൗണ്ട് കുറയുന്നവർക്ക്, പനിയൊക്കെ വന്ന് കൗണ്ട് പെട്ടെന്ന് കുറയുന്നവർക്ക് ഇത് കൗണ്ട് കൂടാൻ ഏറ്റവും പറ്റിയൊരു ഔഷധ സാധനമാണ് ഈ പപ്പായ അല്ലെങ്കിൽ ഓമയ്ക്ക. ചില നാട്ടിൽ കപ്പളങ്ങ എന്നും പറയും, ഓമരത്തിന് കപ്പളമെന്നും പറയും. എൻ്റെയൊക്കെ നാട്ടിലൊക്കെ കപ്പളങ്ങ എന്നായിരുന്നു പറയുന്നത്. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഓമയ്ക്ക, എന്നെ ചില നാട്ടിലോട്ടൊക്കെ പപ്പായ, അങ്ങനെയൊക്കെ അതിന് പേര് പറയുന്നു. ഇത് ഏറ്റവും ഔഷധ ഗുണമുള്ള, ശരീരത്തിനൊക്കെ ഒരു ദോഷവും ചെയ്യുകയില്ലാത്തൊരു സാധനമാണ് ഈ ഓമയ്ക്ക എന്ന് പറയുന്നത്. ഓമയ്ക്ക 2 ഓമയ്ക്ക ഞാൻ പുറന്തലി ചെത്തിക്കളഞ്ഞു. അകത്തെ കുരു, അതിൻ്റെ മാന്നിയെല്ലാം നല്ല വൃത്തിയായിട്ട് അകത്തെ ചെത്തിക്കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചതുര കഷ്ണങ്ങളായിട്ടൊന്ന് മുറിക്കും. ഇതിങ്ങനെ ചതുര കഷ്ണമായിട്ട് എടുക്കണം. പിള്ളേർക്കൊക്കെ ഓമയ്ക്കായെന്നും പറമ്പിലെ ചീരയിലയും അതൊന്നും കറി വെക്കുന്നതൊന്നും ഇഷ്ടമല്ല. അവർക്കിപ്പോൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഫുഡുകളൊക്കെയാണ് ഇഷ്ടം. ഗ്രിൽഡ് ചിക്കനും തന്തൂരി, അൽഫാമും അങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങളൊക്കെ അപ്പം ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഇഷ്ടം. ഇതൊന്നും ആർക്കും ഇതിൻ്റെ ഗുണവും ഒന്നും അറിയത്തില്ല. നമ്മുടെ അമ്മമാരൊക്കെ പണ്ടൊക്കെ ഈ പറമ്പിലെ ഓമയ്ക്കായും ചീരയിലയും അങ്ങനെ പിന്നെ നമ്മൾ പറമ്പിൽ നട്ടു വളർത്തുന്ന പച്ചക്കറികൾ അങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങളൊക്കെയാണ് കറി വെച്ച് നമുക്ക് തന്നുകൊണ്ടിരുന്നത്. ഓമയ്ക്ക വൃത്തിയായിട്ട് തൊലിയെല്ലാം കളഞ്ഞ് ചെത്തി എല്ലാം ചതുര കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ട ചെറിയ ഉള്ളിയും 5 പച്ചമുളകും കൂടെ കീറി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ശകലം ഉലുവാപ്പൊടി, ഉലുവ, മഞ്ഞൾപ്പൊടി,
പിരിയമുളക് പൊടി, ഫിഷ് മസാല മിക്സിങ്ങാണ്. ഇതെല്ലാം കറക്റ്റ് ഞാൻ പൊടി എടുത്ത് വെച്ചേക്കുന്നത്. 2 സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 3 കഷ്ണം കുടംപുളി, 1 തക്കാളിക്ക ചതുരത്തിൽ അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത്, ആവശ്യത്തിന് കരിയാപ്പില, വെളിച്ചെണ്ണ ഞാൻ നേരത്തെ ഉരുളിക്കകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. അത് തിളച്ച് കിടക്കുകയാണ്. അതിനകത്തോട്ട് നമ്മുടെ ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. ഉലുവ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ കൊടുക്കണം. നമ്മളൊക്കെ കരിയാപ്പില കൂടെ ഇതിനകത്തോട്ട് അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത്, ഉള്ളി ഒത്തിരി വഴലണ്ട. വഴലുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആവശ്യത്തിന് അതിൻ്റെ പൊടി ഐറ്റംസ് എല്ലാം ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇത് കറക്റ്റ് അളന്ന് വെച്ച മല്ലിപ്പൊടിയാണ്, 2 സ്പൂൺ. ഫിഷ് മസാലയും പിരിയമുളക് പൊടി മിക്സിങ്ങാണിത്, 3 സ്പൂണുണ്ട്. അതിൻ്റെ എല്ലാം കൂടെ പിരിയമുളക് പൊടിയും ഫിഷ് മസാലയും കൂടെ. ആവശ്യത്തിന് ഉലുവാപ്പൊടി കുറച്ച് ചേർക്കാവുള്ളൂ, അല്ലെങ്കിൽ കഴിക്കുന്നത്. അത് ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഓമയ്ക്ക കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കണം. വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് ഇത് വേകാൻ ആവശ്യമായ വെള്ളം. ഓമയ്ക്കായ്ക്ക് ഇച്ചിരി വെള്ളം കൂടുതൽ ഒഴിക്കണം, എന്നാലും ഇതിന് വേവുള്ള ഒരു ഐറ്റമാണ് ഈ ഓമയ്ക്ക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഐറ്റം എല്ലാം ഇട്ട് വഴറ്റി കഴിഞ്ഞ് ഈ ഓമയ്ക്കയുടെ കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊരു 3/4 വേവ് വേകാൻ വേണ്ടി നമ്മളൊന്ന് അടച്ച് വെക്കുകയാണ്. ഓട്ടുരുളിക്ക് സമാനമായ അടപ്പ് തന്നെയാണ് ഇതിൻ്റെ. സ്റ്റെഫാൻ ഡിഷിൻ്റെ അടപ്പാണ് കേട്ടോ. 3/4 വേവ് വേകാൻ വേണ്ടി അടച്ച് വെച്ചിരിക്കുകയാണ്. ഞാൻ അന്നേരത്തേക്ക് ഇച്ചിരി ടേസ്റ്റിന് വേണ്ടി, കറി ടേസ്റ്റിന് കൂട്ടാൻ വേണ്ടി ലാസ്റ്റ് ചേർക്കാൻ ഇച്ചിരി തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് നെയ്യ് പോലെ അരച്ചെടുത്തുകൊണ്ട് വരാം. ഇതൊരു 3/4 വേവ് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കുടംപുളി കഷ്ണവും 1 തക്കാളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കും. ഞാൻ തേങ്ങ അരച്ച് എടുത്തുകൊണ്ട് വരും. ഉപ്പ് ചേർക്കാൻ വിട്ടുപോയായിരുന്നു. കഷ്ണം വേകാനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കും. കഷ്ണം ഏത് പരുവമായെന്ന് തുറന്നൊന്ന് നോക്കാം. ഏകദേശം വേവായിട്ടുണ്ട്. വെള്ളം പറ്റിയിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മുടെ പുളി, നമ്മുടെ തക്കാളി കൂടെ ചേർത്ത് കൊടുക്കും. ഇത് പുളി ഇറങ്ങാൻ വേണ്ടി ഒന്നുകൂടെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കും. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഈ ഓമയ്ക്ക നമ്മുടെ കുപ്പയിലൊക്കെ ഉണ്ടാകുന്ന സാധനങ്ങളൊന്നും നമുക്ക് വിലയില്ല. എല്ലാം കാശ് കൊടുത്ത് മേടിക്കാനുള്ള വ്യഗ്രതയാണ് എല്ലാവരിലും ഇപ്പം പൊതുവേ കാണപ്പെടുന്നത്. നമ്മുടെ കല്യാണങ്ങൾക്കൊക്കെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കാബേജ് തോരൻ മാത്രമേ കല്യാണ സദ്യയ്ക്കും
നോൺ നോൺ ഇതിൻ്റെ നോൺ വെജ് ഇതിനും എല്ലാം ഒരു കാബേജ് തോരൻ മാത്രമാണ് ചെയ്യുന്നത്. ഇപ്പം മാറി മാറി വരുന്നുണ്ട്. പയറും കാബേജും ക്യാരറ്റും മിക്സഡ് തോരൻ, പിന്നെ ഒരു ഇടിച്ചക്ക തോരൻ, അതൊക്കെ പല വ്യത്യസ്ത രുചികളിൽ പല ഐറ്റങ്ങൾ അതിൽ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വ്യത്യസ്ത രുചിയിൽ കൂട്ടാം. അങ്ങനെയൊക്കെയാണ് ഇപ്പം വെക്കുന്നത്. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അതൊന്നും അറിയത്തില്ല. എന്നാലും നമ്മൾ ഈ കുപ്പയെ കാണുന്ന ഈ വിലയില്ലാത്ത ഓമയ്ക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ വെറൈറ്റി രുചികളിൽ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾക്കും ഇഷ്ടപ്പെടുമായിരിക്കും. മുതിർന്നവർ അത് ചെയ്യുന്നത് കാണിച്ചു കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് അത് പിന്നീടത്തേക്ക് അവരുടെ ഭാവിയിലേക്ക് ഒരു പ്രചോദനമാവുകയും ചെയ്യും. ഒരു 10 മിനിറ്റായി നമ്മുടെ ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് അതിൻ്റെ പുളി ഇറങ്ങാൻ വേണ്ടി ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ പുളി ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഓമയ്ക്ക ഒരു 3/4 വേവിലും ആയിട്ടുണ്ട്. ഇത് പിടിച്ചു വരട്ടെ. വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കറിക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഞാൻ അത് വറുത്ത തേങ്ങ നെയ്യ് പോലെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതുകൂടെ നമുക്കിത് ലാസ്റ്റ് ചേർക്കാം. നല്ല നമ്മുടെ കഷ്ണങ്ങളെല്ലാം നല്ലപോലെ വെന്ത ഭാഗമായി ഇത് എണ്ണ തെളിഞ്ഞ് മേടി വന്നിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ഈ തേങ്ങ വറുത്ത് അരച്ചതും കൂടെ അങ്ങോട്ട് ചേർത്ത് തുള്ളി വെള്ളം കൂടെ കറി നല്ല സൂപ്പർ പരുവായിട്ട് ഇത് അരപ്പൂടെ ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറുകി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഓമയ്ക്കൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ വെറൈറ്റി രുചികളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കണം. എന്നാലേ അതിൻ്റെ ടേസ്റ്റും ഫീലിങ്ങും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഇതിൻ്റെ പുളിയൊക്കെ ഇറങ്ങി നല്ല മീൻകറിയുടെ സ്വാദത്തിന് ഈ കുടംപുളി ചേർത്താൽ ഇത് മെയിൻ ഏത് ഐറ്റത്തിനകത്തും കുടംപുളി ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് മീൻകറിയുടെ ഒരു ഫീലിങ് വരും. കുടംപുളിയുടെ ഗുണം അതാണ്. ഈ കോവയ്ക്ക ചേർത്തും ഏത് ഐറ്റം വെച്ചും നമ്മൾ ഇങ്ങനത്തെ ഓരോ കഷ്ണങ്ങൾ ഇട്ടാൽ കുടംപുളി ചേർത്ത് വെച്ചാൽ മീൻകറിയുടെ ഒരു ഫീലിങ്ങും മീനില്ലാത്തപ്പോൾ ഒരു മീൻകറി ആയിട്ട് തന്നെ ഇത് നിങ്ങൾക്ക് കൂട്ടുകയും ചെയ്യും. കറി വന്നിട്ടുണ്ട്. ചാറ് കുറുക്കി കൂട്ടേണ്ടവർക്ക് ഇച്ചിരി കൂടെ ചാറ് പറ്റിക്കുകയും ചെയ്യാം. അല്ലാതെ ചാറ് ചോറിനകത്ത് ഒഴിച്ചുണ്ടവർക്ക് ഈ പരുവത്തിൽ തന്നെ കറി നല്ല കുറുകി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ഇനി ഇച്ചിരി പച്ചക്കരിയാപ്പിൽ പച്ച വെളിച്ചെണ്ണ. ഇതിന് മെയിനായിട്ട് പിരിയമുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. അത് കൊഴുപ്പും കിട്ടും, കളറും കിട്ടും, എരിവ് കുറവും ആയിരിക്കും പിരിയമുളക് പൊടി ചേർക്കുന്ന ഗുണം അത്. സ്റ്റൗ ഓഫാക്കാൻ പോവാണ്. നമ്മുടെ കറി ഫിനിഷിങ്ങിലെത്തിയേക്കുവാണ്. നിങ്ങളിത് വീട്ടിൽ തീർച്ചയായിട്ടും ഓമയ്ക്ക കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഒരു ചിലവുമില്ലാത്ത ഒരു വിഭവമാണിത്. ഓമയ്ക്ക വെച്ചുള്ള ഇങ്ങനത്തെ ഒരു മീൻ കറി. നിങ്ങൾ വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത ഒരു ഉഗ്രം വീഡിയോയുമായി ഉടൻ ഞങ്ങൾ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.